ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണനെതിരെ പരാതി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വർഗീയ പ്രചാരണം നടത്തുന്നു എന്നാണ് ആരോപണം. കെ.എസ്.യു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയത്. മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ എം.എൽ.എക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഒന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഗുരുവായൂരപ്പനെ എതിർക്കുന്ന, ഭഗവത്ഗീതയെ എതിർക്കുന്ന, ഭാരതീയ പൈതൃകത്തെ എതിർക്കുന്ന, ഭാരതീയ ഭരണഘടനയെ എതിർക്കുന്ന, ഭാരതത്തെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഓരോട്ട് പോലും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA ആയിട്ടുള്ള ഈ സഖ്യത്തിന് വേണ്ട. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ബി. ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അദ്ദേഹം നടത്തിയ പ്രചാരണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഗുരുവായൂർ നിരോധികളെയും അമ്പല വിരോധികളെയുമാണ് MLA ആക്കുന്നത്. 48% ഹിന്ദു ജനസംഖ്യയുള്ള മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം മത്സരിപ്പിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണെന്നും ഇത് ഹിന്ദു വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമാണെന്നും ബി. ഗോപാലകൃഷ്ണൻ പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ടെന്ന് പറയാൻ MLA NK അക്ബറിന് ധൈര്യമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഇക്കാര്യത്തിലാണ് KS പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വർഗീയ പ്രചാരണം നടത്തുന്നു എന്നാണ് പരാതി. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഇലക്ഷൻ കമ്മീഷനും പോലീസിനും പരാതി നൽകിയിട്ടുള്ളത്. മത്സരിക്കുന്നതിൽ നിന്നും ബി. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ടാണ് പരാതി. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.